നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മാനുവൽ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് അനാലിസിസ്, അതേപോലെ തന്നെ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ് കൺസ്യൂമർ ബിഹേവിയർ. It tells us how individual purchases different products in the market with its limited resources. അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഒരു പെരുമാറ്റം, സ്വഭാവം എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരാൾ എങ്ങനെയാണ് അയാളുടെ ലിമിറ്റഡ് ഇൻകം വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് വ്യത്യസ്ത പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അതായത് അയാളുടെ ലിമിറ്റഡ് ഇൻകം വെച്ചുകൊണ്ട് അയാൾ ഏത് രീതിയിലാണ് വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് എന്നതാണ് കൺസ്യൂമർ ബിഹേവിയറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഒരാളുടെ കൺസ്യൂമർ ബിഹേവിയർ വെച്ചുകൊണ്ട് നമുക്ക് പറയാം അയാളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തിയറീസാണ്, അതായത് തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ തിയറി പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കാർഡിനൽ അനാലിസിസ്. രണ്ടാമത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഓർഡിനൽ അനാലിസിസ്. ഇങ്ങനെ രണ്ട് തിയറീസാണ് പ്രധാനപ്പെട്ട കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കിനി ഓരോന്നിനും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കാർഡിനൽ അനാലിസിസ് ആണ്. ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി വാസ് ഡെവലപ്ഡ് ബൈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റസ് ഗോസൺ ഓഫ് ജർമ്മനി, വില്യം സ്റ്റാൻലി ജേവൻസ് ഓഫ് ഇംഗ്ലണ്ട്, ലിയോൺ വാൾറസ് ഓഫ് ഫ്രാൻസ് ആൻഡ് കോൾ മെൻജ ഓഫ് ഓസ്ട്രേലിയ. ഈ ആളുകളൊക്കെ കൂടിയിട്ടാണ് ശരിക്കും എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ പറഞ്ഞ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് കൊണ്ടുവന്നത്. നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് particularly Alfred Marshall made significant refinement in the cardinal theory. ഇതിൽ വളരെ മാറ്റം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. Hence, cardinal utility theory is also known as neoclassical utility theory or Marshallian utility theory. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒന്നുകിൽ neoclassical theory utility theory അല്ലെങ്കിൽ Marshallian utility theory എന്നും കൂടി പറയാം. The cardinal utility theory states that utility is measurable just as height, weight, length, temperature, etc. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് ഒരാളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളുടെ ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത്ത്, ടെമ്പറേച്ചർ എല്ലാം പോലെ അളക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ കാർഡിനലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി. അതായത് നമുക്ക് കാർഡിനലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മെഷർ ചെയ്യാം. ഇറ്റ് മീൻസ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ് ലൈക്ക് 1, 2, 3 ആൻഡ് സോ ഓൺ. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി 1, 2, 3 ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബൗൾഡിങ് സജസ്റ്റഡ് അനദർ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. ബൗൾഡിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ യൂണിറ്റ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ദിസ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഈസ് കോൾഡ് യൂട്ടിൽസ്. അതിന് പറയുന്ന പേരാണ് യൂട്ടിൽസ് എന്ന് പറയാൻ. ദസ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ യൂട്ടിൽസ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, യൂട്ടിലിറ്റി യൂട്ടിൽസിൽ മെഷർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, an apple possesses 10 utils and an orange possesses 5 utils. ഒരു എക്സാമ്പിൾ എടുത്ത് ഒരു ആപ്പിൾ 10 യൂട്ടിൽസും ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചിന് 5 യൂട്ടിൽസുമാണ് ഉള്ളത്. ഹിയർ ദ യൂട്ടിലിറ്റി ഓഫ് an apple is twice that of an orange. അപ്പോൾ ഇതിൽ ആപ്പിളിന് ഓറഞ്ചിൻ്റെ അപേക്ഷിച്ചുകൊണ്ട് ഡബിൾ യൂട്ടിൽസ് ഉണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് എന്താണ്, ശരിക്ക് നമുക്ക് യൂട്ടിലിറ്റി കൃത്യമായി ഹൈറ്റൊക്കെ അളക്കുന്ന പോലെ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അളക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അസംഷൻസിലേക്കാണ് നമുക്ക് പറയാം. അതായത് ചില അസംഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ തിയറി നമുക്ക് അപ്ലിക്കബിൾ ആക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ ഒരു തിയറി ശരിയാണെങ്കിൽ ചില സങ്കല്പങ്ങൾ നമ്മൾ കരുതേണ്ടതുണ്ട്. ഒന്നാമത്തത് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. അതായത് യൂട്ടിലിറ്റി നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്പേഴ്സിൽ അളക്കാൻ പറ്റുമെന്നുള്ള ഒരു ഒരു അസംഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ തിയറി യൂസ് ചെയ്യാൻ പറ്റുമോ.
രണ്ടാമത്തത് എവറി കൺസ്യൂമർ ഈസ് റേഷണൽ. കൺസ്യൂമേഴ്സൊക്കെ എന്താണ്, റേഷണലാണ്, അതായത് നോർമൽ ടൈപ്പ് ആളുകളാണ്, അതായത് എക്സ്ട്രാ ഓർഡിനറി ടൈപ്പ് ഒന്നുമല്ല, നോർമൽ ഉള്ള ആളുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒന്നത് എവറി റേഷണൽ കൺസ്യൂമർ ഇൻറ്റൻസ് ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഹിസ് ഓർ ഹെർ മണി ഇൻകം. എല്ലാ കൺസ്യൂമേഴ്സും അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിരിക്കണം ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹി ഓർ ഷീ ചൂസസ് ടു കൺസ്യൂം. കൺസ്യൂമറിന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ലിമിറ്റഡ് ഇൻകം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് അൺലിമിറ്റഡ് ഇൻകം ഉള്ള ഒരു കൺസ്യൂമറിൻ്റെ കേസിൽ നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അടുത്തത്, യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദ സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. നമ്മൾ വീണ്ടും വീണ്ടും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കണം. അതായത് സാധനം വാങ്ങിച്ച് പിന്നെയും പിന്നെയും നമ്മൾ കണ്ടിന്യൂ വാങ്ങിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂട്ടിലിറ്റി കുറയും. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ക്യാഷിൻ്റെ യൂട്ടിലിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. The utility are independent, that is the commodities are neither substitutes or nor complements. അതായത് യൂട്ടിലിറ്റി ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് ആയിരിക്കണം. അതായത് നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ടൈപ്പോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ടൈപ്പോ ഗുഡ്സ് ആവാൻ പാടില്ല. സോ യൂട്ടിലിറ്റി derived from various goods and services consumed by a consumer can be added together to obtain the total utility. ഒരു കസ്റ്റമർ വാങ്ങിക്കുന്ന വ്യത്യസ്ത ഗുഡ്സിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റീസൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയിരിക്കണം. ഇത്രയും അസംഷൻസ്, 8 അസംഷൻസ് ഉണ്ട്. 8 അസംഷൻസിൽ നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ഈ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അത് ഈ തിയറീൻ്റെ ചില ഡിഫക്ട്സിലേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഡിഫക്ട്സ് ഓഫ് മാർഷൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഒന്നാമത് യൂട്ടിലിറ്റി ഈസ് എ സൈക്കോളജിക്കൽ ഫാക്ടർ. അതായത് യൂട്ടിലിറ്റി എന്താണ്, ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ആ ഒരു കാര്യം നമുക്ക് ഇതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നത്. യൂട്ടിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോംപ്ലിമെൻ്ററി. ഏത് പ്രൊഡക്റ്റിൻ്റെയും യൂട്ടിലിറ്റി അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി വിൽ ചേഞ്ച്. ഒരു ക്യാഷിൻ്റെ യൂട്ടിലിറ്റി എപ്പോഴും എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അസംഷൻസ് തെറ്റാണ്. നെക്സ്റ്റ്, വാല്യൂ ഓഫ് മണി ചേഞ്ചസ്. അതായത് ടൈം വാല്യൂ ഓഫ് മണിയിൽ ഇന്നത്തെ ഒരു രൂപ ആയിരിക്കില്ല, നാളെ ആ 1 രൂപക്ക് കിട്ടുക, അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, ഇഗ്നോറൻസ് ഓഫ് കൺസ്യൂമർ വിൽ എഫക്റ്റ് ഹിസ് ബിഹേവിയർ. ഒരു കസ്റ്റമറിന് കൃത്യമായ അറിവില്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ, ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ ബിഹേവിയറിലും അത് എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, അവോയ്ഡ് ഇൻകം സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ്. കസ്റ്റമറിൻ്റെ ഇൻകം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിൽ ചർച്ച ചെയ്യുന്നില്ല. cannot apply to given inferior goods. ഇത്രയും കാര്യങ്ങളാണ് അയാളുടെ ഈ പറഞ്ഞ രീതിയിൽ ഡിഫക്ട്സിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ഇൻ സച്ച് എ അതായത് ഇക്വിലിബ്രിയം പോയിന്റ് എന്നാണ് പറയുന്നത്. ഈസ് ഇൻ സച്ച് എ പൊസിഷൻ വെൻ ഹി ഗെറ്റ്സ് മാക്സിമം യൂട്ടിലിറ്റി. അതായത് ഒരു കസ്റ്റമർ അയാൾക്ക് പരമാവധി യൂട്ടിലിറ്റി കിട്ടിയാൽ ആ ഒരു പൊസിഷനിൽ പറയുന്നത് വരാമെന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇറ്റ്സ് ക്യാൻ ബി ഡിറ്റർമിൻഡ് വിത്ത് ദ ഫോളോയിങ് ലോസ്. അതായത് പറയുന്നത് ലോസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. സെക്കൻഡ്, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ഓർ സിംഗിൾ കമ്മോഡിറ്റി. നെക്സ്റ്റ്, കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട അയാളുടെ സ്വഭാവം. നെക്സ്റ്റ്, അതുമായി ബന്ധപ്പെട്ട തിയറീസാണ് കാർഡിനൽ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി. അതിൽ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇതിൽ പറയുന്നത് യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിൽ ബൗളിംഗ് കൊണ്ടുവന്ന യൂട്ടിൽസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അസംഷൻസ് നമ്മൾ പറഞ്ഞു. എത്ര അസംഷൻസ് ഉണ്ടായിരുന്നു കാർഡിനൽ യൂട്ടിലിറ്റിക്ക്? ടോട്ടൽ 8 അസംഷൻസാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഡിഫക്ട്സാണ് നമ്മൾ പറഞ്ഞത്. ടോട്ടലി 7 ഡിഫക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കൺസ്യൂമർ ഇക്വിലിബ്രിയമാണ്. അതായത് കൺസ്യൂമർ പരമാവധി സാറ്റിസ്ഫാക്ഷൻ യൂട്ടിലിറ്റി കിട്ടുന്നതിന് പറയുന്നവരാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അത് നമ്മൾ 3 ലോസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ആൻഡ് ലാസ്റ്റ് കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്.